എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ സീക്രട്ട് എന്ന റോണ്ട ബൈൻ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകത്തെ പറ്റിയാണ്. സെൽഫ് ഹെൽപ്പ് ബുക്കുകളിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കിയ ഒരു ബുക്കാണെന്ന് പറയാം. രഹസ്യം എന്നുള്ളത് മലയാളം പതിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. എന്താണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ജനകീയമാക്കുന്നതിൽ ഈ ഒരു പുസ്തകം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമം എന്താണ് എന്നുള്ളത്. ആകർഷണ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ആകർഷണ നിയമം പറയുന്നത്. അപ്പോൾ അതിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മളോട് ഒരാൾ ചോദിക്കുന്ന എന്തൊക്കെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാം സുഖമില്ല, വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെ, പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊരു ദാരിദ്ര്യമാണ്. നമുക്കൊരിക്കലും സമൃദ്ധിയെ പറ്റി ഒന്നും പറയാൻ നമുക്കൊരു താല്പര്യമില്ല. നമ്മളെപ്പോഴും കഷ്ടപ്പാടുകളെ പറ്റി പറയാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം, അല്ലേ. അപ്പോൾ നമ്മളോട് സുഖമാണോ, അല്ലെങ്കിൽ പൈസ എങ്ങനെയുണ്ട്, ജോലിയൊക്കെ പോകുന്ന, ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള നമ്മൾ എന്താണോ പറയുന്നത് അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും എന്നാണ് ആകർഷണ നിയമം പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും നെഗറ്റീവാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ നെഗറ്റീവുകൾ ഇങ്ങനെ വരുന്നത്. ഇനി നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ്. ഇന്ന് മുതൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു മാസമെങ്കിലും നമ്മളെന്ത് ചെയ്യണം, ഒരു എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു ദിവസമാണ്, വളരെ മനോഹരമായ ഒരു ദിവസമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് പറയാൻ വേണ്ടി നോക്കുക. അങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാറ്റിലും പോസിറ്റീവിലേക്ക് നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ആകർഷിക്കപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ആകർഷണ നിയമം പറയുന്നത്. പിന്നീട് ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത. നമ്മളെല്ലാറ്റിനോടും നന്ദിയുള്ളവരായിരിക്കുക. ഈ സീക്രട്ട്, ഇതിന് ശേഷം റോണ്ട ബൈൻ എഴുതിയ മാജിക് എന്ന് പറയുന്ന ഒരു പുസ്തകവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും ഇപ്പം അമ്പലത്തിലോ പള്ളിയിലോ എവിടെ പോയാലും നമ്മൾ ദൈവങ്ങളുടെ മുമ്പിൽ നമ്മൾ പരാതിപ്പെട്ടിയാണ് നടക്കാറ്, അല്ലെ. ഈ എണ്ണ ഇങ്ങനെയൊക്കെ ആണല്ലോ സൃഷ്ടിച്ചത്, മറ്റവരെ നോക്കുമോ ഭയങ്കര ഇതാണ് അതാണ്. നമ്മൾ ഉള്ളതിന് നമ്മൾ ഒരിക്കലും തൃപ്തരല്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ ഇല്ലായ്മകളെ പറ്റി നമുക്ക് കംപ്ലൈൻറ്റ് പറയാനാണ് നമുക്ക് താല്പര്യം കൂടുതൽ. നമ്മൾ ഇവിടെ പോയാലും നമ്മൾ എന്താണ് പറയാറ്, ദൈവത്തോടായാലും മറ്റുള്ളവരോടായാലും നമുക്ക് കംപ്ലൈൻറ്റ് പറയുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതിന് പകരം നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവമാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത് എങ്കിൽ, എല്ലാറ്റിനോടും നന്ദി എന്നുള്ള ഒരു മനോഭാവം, നമ്മൾ ഇത്ര വരെ ആയല്ലോ, എനിക്ക് ഇന്നതൊക്കെ തന്നല്ലോ, ഞാൻ ഹാപ്പിയാണ് എന്നുള്ള ഒരു വിധത്തിൽ നമ്മൾ പ്രകൃതിയോടായാലും പ്രപഞ്ചത്തിനോടായാലും അല്ലെങ്കിൽ ദൈവത്തിനോടായാലും ആരോടായാലും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവമാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത് എങ്കിൽ നമുക്ക് അഭിവൃദ്ധി, നമ്മൾ എന്തിനോടാണോ നമ്മൾ നന്ദി പറയുന്നത് അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു പൈസ കിട്ടുമ്പോൾ പൈസയോട് നന്ദിയാണ് പറയുന്നതെങ്കിൽ, അതായത് എനിക്ക് ഇത്രയും പൈസ കിട്ടിയതിൽ ഒരുപാട് നന്ദി, പ്രപഞ്ചത്തോട് പ്രകൃതിയോട് ഞാൻ നന്ദി പറയുന്നു, അല്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു, ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ആ പൈസ നമ്മളിലേക്ക് എന്ത് ചെയ്യും, നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പൈസ കൊടുക്കുമ്പോൾ ചിലയാൾ പൈസ കൊടുക്കുന്നതും പിന്നെ നശിച്ച് പോട്ടെ എന്നുള്ള, എനിക്ക് പൈസ വേണമല്ലേ, 500 രൂപ വേണോ, കുറച്ച് കുറക്കുമോ എന്നുള്ള ചിലവരുടെ പൈസ കൊടുക്കുന്ന രീതി എങ്ങനെയാണ്. ഇപ്പോൾ 500 നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചോദിച്ചാൽ 500 വേണോ, 450 പോരെ എന്നൊക്കെ ചോദിച്ചത് വയ്യ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് വയ്യാന്ന് എന്തെങ്കിലും ഇത് ചിലയാളൊക്കെ പൈസ തരുമ്പോൾ പറയും ഇതെടുത്ത് രക്ഷപ്പെട്ട് എന്ന് പറയുന്ന ഒരു ശാപം പോലെയൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും അവിടെ കൊടുക്കുന്ന ആർക്കും ഗുണം കിട്ടാറില്ല, കിട്ടുന്നവർക്ക് വലിയ ഗുണം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ചിലരൊക്കെ പറയാറുണ്ട്, ചില ആളുടെ നിന്ന് പൈസ കിട്ടിയാലൊന്നും ഒരു ഇതിന് നിൽക്കാറില്ല, അത് വേഗം തന്നെ ചിലവായി പോകും, അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി നമ്മൾ പൈസ കൊടുക്കണം. അയാൾക്ക് ഇപ്പോൾ ഈ പൈസനെ കൊണ്ട് ഉപകാരം ഉണ്ടാകട്ടെ. അതേപോലെ തന്നെ ഈ പൈസ എനിക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് പ്രകൃതി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പൈസേൻ്റെ ഫ്ലോ ഇതിലേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകൃതിയോട് നന്ദി പറയും. കാരണം എനിക്ക് ഈ പൈസ കൊടുക്കാൻ പറ്റുന്നതിൽ പ്രകൃതിയോട് നന്ദി പറയുന്നു. അതൊരു നമുക്കൊരു വരുമാനം, അതൊക്കെ നമ്മൾക്ക് പ്രകൃതി തന്നിട്ടുണ്ട്. അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അങ്ങനെയുള്ള പൈസകൾ നമ്മളിലേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാൻ നോക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഈ പുസ്തകം അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ അടുത്തൊരു ഭാഗവുമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.